നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് ആർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ കേരള പി എസ് സി മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയായ ലോക ചരിത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ തന്നെ 3 ഏരിയയാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് കേരള ചരിത്രം, മറ്റൊന്ന് ഇന്ത്യൻ ചരിത്രം, മറ്റൊന്ന് ലോക ചരിത്രം. ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു സിലബസ് കണ്ടന്റിൽ പഠിക്കുന്നത്. അതിൽ തന്നെ ലോക ചരിത്രം എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കുന്ന സമയത്ത് തന്നെ അതിൽ പ്രധാനപ്പെട്ട 4 ലോക ചരിത്ര സമരങ്ങളെ പറ്റി കേരള പി എസ് സി മത്സര പരീക്ഷയ്ക്ക് വ്യക്തമായി പഠിക്കണം. അതിലൊന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മുൻകാല വർഷ ചോദ്യങ്ങളിലെല്ലാം തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോണ്ടിനെന്റൽ സമ്മേളനം അങ്ങനത്തെയുള്ള കണ്ടന്റുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നറിയപ്പെടുന്ന വാക്കുകളൊക്കെ നമ്മൾ പഠിക്കും. അതാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കണം. then മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ റഷ്യൻ വിപ്ലവം. ലോക ചരിത്രം എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കുമ്പോൾ റഷ്യൻ വിപ്ലവം പഠിക്കണം. then ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചൈനീസ് വിപ്ലവം. അങ്ങനെ 4 പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ അടങ്ങുന്നതാണ് ലോക ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ 4 ചരിത്ര വിപ്ലവങ്ങൾ മാത്രമല്ല പഠിക്കേണ്ടത്. മറ്റു ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ആനുകാലിക വിവരങ്ങളും ഈ പറയുന്ന ചരിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ലോക ചരിത്രം എന്നറിയപ്പെടുന്ന ഏരിയ കവർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇന്നേ കാലം വരെ ചോദിച്ച മുഴുവൻ ന്യൂജൻ ചോദ്യങ്ങളും, പഴയ ഡയറക്റ്റ് ചോദ്യങ്ങളും ന്യൂജൻ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ചോദ്യത്തിലേക്ക് വരിക. ആദ്യം തന്നെ നമുക്കറിയാം, ഒരു കണ്ടന്റ് പറഞ്ഞു തരുമല്ല, മറിച്ച് ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരികയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. അപ്പൊ ഈ ചോദ്യം കാണുമ്പം നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഇങ്ങനെന്നല്ല, ഈ പറയുന്ന പ്രസ്താവന ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇതിൽ തെറ്റായത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ തെറ്റായത് എന്ന് പറയുന്ന വാക്കിന് അടിഭാഗത്ത് ഒരു അടി വരയ്ക്കുക. അപ്പൊ തെറ്റായതെന്നാ. അപ്പൊ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ അയ്യോ ഓപ്ഷനകത്ത് ശരിയായതെന്നാ ചോദിച്ചേക്കുന്നത് എന്ന് കരുതരുത്. അതിനുവേണ്ടിയാണ് തെറ്റായ എന്ന് പറഞ്ഞ വാക്ക് ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞു. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കി, റഷ്യയിൽ, അപ്പൊ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് കണ്ടന്റാണ് പറയുന്നത്. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂ ഉടമ വർഗമാണ് കുലാക്കുകൾ. അതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി പരിശോധിച്ചാൽ ബ്ലഡി സൺഡേ, ഡ്യൂമ, യുദ്ധകാല കമ്മ്യൂണിസം എന്നിവ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ സി രക്തരൂഷിത ഞായറാഴ്ച. ഈ രക്തരൂഷിത ഞായറാഴ്ച എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ബ്ലഡി സൺഡേ തന്നെയാണ് രക്തരൂഷിത ഞായറാഴ്ച. അപ്പൊ ഈ പറഞ്ഞ ബിയും ശരിയാണ്, സിയും ശരിയാണ് എന്ന ലോജിക്കാ വേണ്ടത്. ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന ചോദ്യം എങ്ങനെയാ നമ്മൾ സോർട്ട് ചെയ്ത് എഴുതുന്നത്? ആദ്യം റഷ്യൻ വിപ്ലവം എന്നറിയപ്പെടുന്ന മേഖല പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റഷ്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് കൂട്ടുകൃഷി സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂ ഉടമ വർഗത്തെ അറിയപ്പെടുന്ന പേരാണ് കുലാക്കുകൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്ത് വിപ്ലവം ഉണ്ടാവുകയാണ്. വിപ്ലവം എന്ന് പറയുമ്പോൾ മാറ്റം എന്നാ പറയുന്നത്. അത് നമ്മൾ പറയുന്ന ഒരു വിപ്ലവ പ്രസ്ഥാനം വരിക എന്ന് പറഞ്ഞാൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് ആ രാജ്യവുമായി ബന്ധപ്പെട്ട് ആ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം ഉണ്ടാവണം. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ റഷ്യയില് കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടുകൃഷി എന്നറിയപ്പെടുന്ന സമ്പ്രദായം ചെയ്തത് ആരാണ്? അത് ഈ പറയുന്ന സമ്പന്നരല്ല, മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, മീൻസ് കർഷകരായിട്ടുള്ള പാവപ്പെട്ടവരാണ് കൂട്ടുകൃഷി സമ്പ്രദായം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ റഷ്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂ ഉടമ വർഗത്തെ അറിയപ്പെടുന്ന പേര് കുലാക്കുകൾ എന്നാണ്. അപ്പൊ ഈ കുലാക്കുകൾ എന്നറിയപ്പെടുന്ന വിഭാഗം റഷ്യയിലെ പാവപ്പെട്ടവരായിട്ടുള്ള കർഷകരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദരിദ്രരായിട്ടുള്ള കർഷകരെ ചൂഷണം ചെയ്തിരുന്നു. ഇതാണ് വസ്തുത. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. റഷ്യയില് കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂ ഉടമ വർഗത്തെ അറിയപ്പെടുന്ന പേര് കുലാക്കുകൾ എന്നാണ്. ഓപ്ഷൻ ബി നോക്കിയേ. ഈ പറയുന്ന റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട
പ്രധാനപ്പെട്ട ആശയങ്ങളാണ് രക്തരൂഷിത ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്താണെന്ന് നമ്മളിപ്പോൾ പറയും. ഡ്യൂമയുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ പാർലമെന്റിന്റെ പേരാണ് ഡ്യൂമ. റഷ്യയുമായി ബന്ധപ്പെട്ട് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു നിയമ സംവിധാനം ഫോം ചെയ്യും, അതാണ് ഡ്യൂമ. അപ്പൊ ഡ്യൂമ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ യുദ്ധകാല കമ്മ്യൂണിസം എന്നറിയപ്പെടുന്ന വാക്ക്, ഇതെല്ലാം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആ ആൻസറും ശരിയാണ്, ബ്ലഡി സൺഡേ, ഡ്യൂമ, യുദ്ധകാല കമ്മ്യൂണിസം. ഓപ്ഷൻ സിയിലേക്ക് വന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, ബ്ലഡി സൺഡേ തന്നെയാണ് എന്ത്, രക്തരൂഷിത ഞായറാഴ്ച എന്ന് പറയുന്നത്. അതും എന്തുമായി ബന്ധപ്പെട്ടതാ, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാ. ഓപ്ഷൻ ഡി നോക്കിയാൽ എ ഓപ്ഷൻ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്, ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന ആൻസറിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ അല്ലയോ, അതായത് ബ്ലഡി സൺഡേ, ഡ്യൂമ, യുദ്ധകാല കമ്മ്യൂണിസ്റ്റ് എന്നിവ എന്തുമായി ബന്ധപ്പെട്ടതാ, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കണേ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി നമ്മൾ പഠിക്കും. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വാക്കുകളാ ബോസ്റ്റൺ ടീ പാർട്ടി, വളരെ പ്രധാനപ്പെട്ടതാണ്. ബോസ്റ്റൺ ടീ പാർട്ടി. കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് ബോസ്റ്റൺ ടീ പാർട്ടിയും കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനവും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവമാണല്ലോ ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണല്ലോ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കണ്ടന്റുകളുണ്ട്. വരും ദിവസങ്ങളിൽ എടുത്തോളൂ, ഓരോന്ന് തീർത്ത് പോവുക. അപ്പൊ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ച എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് സെപ്റ്റംബർ കൂട്ടക്കൊല. എന്തൊക്കെ വാക്കുകളാ, സെപ്റ്റംബർ കൂട്ടക്കൊല, ബാസ്റ്റിൻ ജയിലിന്റെ തകർച്ച, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഈ മൂന്ന് വാക്കുകളും എന്തുമായി ബന്ധപ്പെട്ടതാ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അതും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തീർന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോണ്ടിനെന്റൽ സമ്മേളനം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്. കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അമേരിക്ക എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ പറ്റി പറയുമ്പം അമേരിക്കയിലെ പതാകയിൽ അല്ലെങ്കിൽ ഉള്ള നക്ഷത്രങ്ങളുടെ എണ്ണം എന്നും പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു. അമേരിക്കൻ പതാകയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം 50. ഈ 50 നക്ഷത്രങ്ങൾ 50 സ്റ്റേറ്റുകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് കറണ്ട് അഫേഴ്സ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഡൊണാൾഡ് ട്രംപ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ്. കറണ്ട് അഫേഴ്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ലോജിക്ക് മാത്രം ഓർക്കുക, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വാക്കുകളാണല്ലോ ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂഷിത ഞായറാഴ്ച, ഡ്യൂമ, യുദ്ധകാല കമ്മ്യൂണിസം, ഇത്തരം കാര്യങ്ങളൊക്കെയാണോ. അടുത്തത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. ഒന്ന് ബോക്സർ കലാപം. നമുക്കറിയാം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ബോക്സർ കലാപം നടക്കും. ബോക്സർ കലാപത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് എന്താണ്, ബോക്സർമാരുടെ മുഷ്ടിയാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നേ. 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ഏരിയ കവർ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഇതാണ്, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ബോക്സർ കലാപം. ദെൻ ഒരു വാക്കുകൂടി ഓർത്തു നോക്കണം, ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. ആരാണ് കൊണ്ടുവന്നത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞോളാം. അപ്പം ഈ പറയുന്ന ലോങ് മാർച്ച്, ബോക്സർ കലാപം എന്തുമായി ബന്ധപ്പെട്ടതാണ്, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഈ വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ബ്ലഡി സൺഡേ, ഡ്യൂമ, യുദ്ധകാല കമ്മ്യൂണിസം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇതാണല്ലോ ആൻസർ. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രസ്താവന ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മുഴുവൻ കണ്ടന്റും പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എന്നാണ് റഷ്യൻ വിപ്ലവം? 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഈ റഷ്യൻ വിപ്ലവത്തിന് ഒരു പ്രവാചകനുണ്ട്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1917 നടന്ന റഷ്യൻ വിപ്ലവം, അവിടെ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളെ കണക്ട് ചെയ്തൊരു ചോദ്യം ചോദിക്കും. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രത്തിന്റെ പേരെന്താണ്? 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രത്തിന്റെ പേര് മിതവാദി എന്നാണ്. അപ്പൊ ഈ പറയുന്ന ചോദ്യങ്ങളിൽ എല്ലായ്പ്പോഴും ആവർത്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക ഏതാണ്?
അല്ലെങ്കിൽ അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? അത് മിതവാദിയാണ്. 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ്? ഉത്തരം മിതവാദിയാണ്. ഇങ്ങനെ ലോക ചരിത്രത്തെ പറ്റി അല്ലെങ്കിൽ ലോക വിപ്ലവങ്ങളെ പറ്റി കണക്ട് ചെയ്യുമ്പം കേരളവുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികളെയൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. അത് നമ്മൾ പഠിക്കും. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജാക്കോബിയൻ ക്ലബിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരി, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട ട്രീ ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ എന്നൊക്കെ നമ്മൾ പഠിക്കത്തില്ലേ? അതേപോലെ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി ഈ പറയുന്ന റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയ്. അപ്പൊ റഷ്യൻ വിപ്ലവം നടന്ന വർഷം എന്ന 1917 റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് ലിയോ ടോൾസ്റ്റോയ്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് കേരള നവോത്ഥാനത്തിലെ ചോദ്യം എന്താ? റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രത്തിന്റെ പേര് മിതവാദി എന്നാണ്. ഇനി ഈ പറയുന്ന റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് അവിടെ ധാരാളം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ട്, മാർക്സിസ്റ്റ് പ്രസ്ഥാനമുണ്ട്, അങ്ങനത്തെ ഒക്കെയുള്ള കൺസെപ്റ്റ് കാണുമല്ലോ. അങ്ങനെ ഈ പറയുന്ന മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ട് റഷ്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് ഒരു പാർട്ടി രൂപം കൊണ്ടു. ആ രൂപം കൊണ്ട പാർട്ടിയുടെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്നാണ്. വീണ്ടും ആവർത്തിക്കുന്നു, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി അല്ലെങ്കിൽ SDWP, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്യും. റഷ്യയുമായി ബന്ധപ്പെട്ട 1917 റഷ്യൻ വിപ്ലവം. അപ്പൊ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് ലിയോ ടോൾസ്റ്റോയ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളെ പറ്റി ഈ റഷ്യൻ വിപ്ലവത്തിൽ പഠിക്കണം. ഒന്ന് കാൾ മാർക്സ്, മറ്റൊന്ന് കാൾ മാർക്സ് ഉണ്ടെങ്കിൽ ആരും കാണും, ഫ്രെഡറിക് ഏംഗൽസും കാണുമല്ലോ. കാൾ മാർക്സുമായി ബന്ധപ്പെട്ട് പോയിന്റ് പഠിക്കുമ്പോഴാണ് നമ്മൾ എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ദസ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കുന്നത്. കാൾ മാർക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാൾ മാർക്സുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്താണ് അദ്ദേഹമാണ് മിക്സഡ് എക്കോണമി അല്ല, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അല്ല, സോഷ്യലിസ്റ്റ് എക്കോണമി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കാൾ മാർക്സ് ആണ്. ഈ കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസുമാണ് മാർക്സിസ്റ്റ് ആശയങ്ങൾ കൊണ്ട് തൊഴിലാളികൾക്ക്, റഷ്യയിലെ തൊഴിലാളികൾക്ക് ആവേശം പകർന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നറിയപ്പെടുന്നത് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ. ആരൊക്കെയാണ്? ഒന്ന് കാൾ മാർക്സും മറ്റൊന്ന് ഫ്രെഡറിക് ഏംഗൽസും. കാൾ മാർക്സിനെ പറ്റി പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് ഈ പറയുന്ന കാൾ മാർക്സ് ആണ്. കാൾ മാർക്സുമായി ബന്ധപ്പെട്ടാണ് ദസ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ടെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെതാണ്. ഈ കാൾ മാർക്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേം ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. എന്ത്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥയല്ല, ഉൽപാദന ഉപാധികളെല്ലാം നിയന്ത്രിക്കുന്നത് ഗവൺമെന്റ് ആണെങ്കിൽ ആ തരം സമ്പദ് വ്യവസ്ഥകളെ അറിയപ്പെടുന്ന പേര് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. ഒന്നുമില്ല, നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടന്റിലേക്ക് വരുന്നു. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗമാണ് കുലാക്കുകൾ. ഇനി ഇത് വീണ്ടും പഠിക്കാനുള്ള സിറ്റുവേഷൻ വരരുത്, പഠിച്ചു പോയിക്കോണം, പിന്നെ അത് റിവൈസ് ചെയ്യുക. അപ്പൊ റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗത്തെ അറിയപ്പെടുന്ന പേര് കുലാക്കുകൾ എന്നാണ്. ബ്ലഡി സൺഡേ, ഡ്യൂമ, യുദ്ധകാല കമ്മ്യൂണിസം എന്നിവ എന്തുമായി ബന്ധപ്പെട്ടതാ? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാ. രക്തരൂഷിത ഞായറാഴ്ച എന്തുമായി ബന്ധപ്പെട്ടതാ? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാ. അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാ. അപ്പൊ കോണ്ടിനെന്റൽ സമ്മേളനം, ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടതാ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അമേരിക്കൻ പതാകയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം 50 സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ച എന്തുമായി ബന്ധപ്പെട്ടതാ? ഒരു വാക്കുകൂടിയുണ്ട്, സെപ്റ്റംബർ കൂട്ടക്കൊല എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ അറിയപ്പെടുന്ന ഒരു വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ്. 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വസ്തുത റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂഷിത ഞായറാഴ്ച, ഡ്യൂമ യുദ്ധകാല കമ്മ്യൂണിസം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട്
രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ്. ബോക്സർ കലാപം എന്തുമായി ബന്ധപ്പെട്ടതാ? അത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ലോങ് മാർച്ച് എന്തുമായി ബന്ധപ്പെടാൻ ചോദിച്ചാൽ അതും ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. റഷ്യൻ വിപ്ലവം 1917 നടക്കുന്നത്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയി ആണ്. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടിയുടെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടത് മാർക്സിസ്റ്റ് ആശയങ്ങളുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ മാർക്സിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തൊഴിലാളികൾക്ക് ആവേശം പകർന്ന രണ്ട് പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളുടെ പേര് ഒന്ന് കാൾ മാർക്സും മറ്റൊന്ന് ഫ്രെഡറിക് എംഗൽസും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയെ പറ്റി പറഞ്ഞല്ലോ. റഷ്യയിൽ രൂപീകരിച്ച പാർട്ടിയാണല്ലോ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഇതിന് രണ്ട് വിഭാഗങ്ങളുണ്ട്. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിക്ക് രണ്ട് വിഭാഗങ്ങളുണ്ട്. എല്ലായ്പ്പോഴും മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ബോൾഷെവിക്ക്, മെൻഷെവിക്ക്. ഈ പറയുന്ന ബോൾഷെവിക്ക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്, ടിക്ക് ചെയ്ത് പഠിക്കണം, ഇത് പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ്. ബോൾഷെവിക്ക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയുമാണ് ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. മെൻഷെവിക്ക് ചോദിക്കും. മെൻഷെവിക്ക് അലക്സാണ്ടർ കെരൻസ്കി. എങ്ങനെ ആയാലും പഠിച്ചു മാറ്റിക്കോണം. കാരണം നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ അത്രയേറെ കോമ്പറ്റീഷൻ ഉണ്ട്. നിങ്ങൾ എഴുതാൻ പോകുന്ന ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നതാണ്. ഈ പറഞ്ഞ ലോക ചരിത്രം, കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം എല്ലാം പഠിക്കുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾ ചെയ്യേണ്ടത് ഈ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഈ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്ന, നിങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ ഉറപ്പുള്ളത് ഒന്ന് നോട്ട് ചെയ്യുക. എന്ത് ചെയ്യുക, ഇന്നത്തെ ദിവസം ഒന്ന് റിവൈസ് ചെയ്യുക. ദെൻ അതിനുശേഷം രാത്രി 9 മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയുമാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പറഞ്ഞേക്കുന്നത് മെൻഷെവിക് പാർട്ടി കൊണ്ടുവന്നത് ആരാണ്? അത് അലക്സാണ്ടർ കെരൻസ്കി ആണ് അതിന് നേതൃത്വം നൽകിയത്. ഇനി ഈ പറയുന്ന റഷ്യൻ വിപ്ലവത്തിന് ഒരു മുദ്രാവാക്യമുണ്ട്. റഷ്യൻ വിപ്ലവത്തിന് മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമി കർഷകന്. കുലാക്കുകളെ പറ്റി നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ്. കൃഷിഭൂമി ആർക്ക് കൊടുക്കണം? കർഷകന്. പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന ലോകത്തിലുണ്ടായ എല്ലാ വിപ്ലവങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യത കൊടുക്കുക. സമ്പന്നരായിട്ടുള്ള ആളുകൾ, ഇപ്പൊ ഞാൻ സമ്പന്നനാണ് എങ്കിൽ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാവപ്പെട്ടവരെന്ന് നമ്മൾ പറയപ്പെടുന്ന ആളുകളെ എന്ത് ചെയ്യുന്നു? അവരെ ചൂഷണം ചെയ്യുന്നു, അവരെ ഉപദ്രവിക്കുന്നു. അവർക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും സമ്പന്ന വിഭാഗക്കാർ എടുക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവുമല്ലോ. ആ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന റഷ്യൻ വിപ്ലവം ആയിക്കോട്ടെ, ചൈനീസ് വിപ്ലവം ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവം ആയിക്കോട്ടെ, എല്ലാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള എല്ലാ വിപ്ലവങ്ങളുടെയും ഒരു പ്രധാന കാരണമെന്ന് വെച്ചാൽ അവിടുത്തെ എന്തില്ലായ്മ, അസമത്വമാണ്. ആ രാജ്യത്ത്, അത് ഏത് രാജ്യം എടുത്തോ, ആ രാജ്യത്തെ അസമത്വമാണ് എങ്ങോട്ടേക്ക് നയിക്കുന്നത്? ഈ വിപ്ലവങ്ങൾക്കും യുദ്ധങ്ങൾക്കും എല്ലാം നയിക്കുന്നത്. അപ്പൊ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. പിന്നീട് ഈ പറഞ്ഞ റഷ്യയുമായി ബന്ധപ്പെട്ട്, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് റഷ്യൻ ചക്രവർത്തി, അന്നത്തെ റഷ്യൻ ചക്രവർത്തി ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കും. ആ നിയമനിർമ്മാണ സഭയുടെ പേരാണ് ഡ്യൂമ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഒരു നിയമനിർമ്മാണ സഭയുണ്ട്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ എന്നാണ് ആദ്യകാല പേര്. അതിന് 1888 എന്ത് നിലവിൽ വരുന്നത്? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നത് 1888 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നു. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തുവാ? അന്നത്തെ സമയത്ത് 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടും അതിന് മുന്നോടിയായിട്ടും അവിടുത്തെ റഷ്യൻ ചക്രവർത്തി ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കും. ആ നിയമനിർമ്മാണ സഭയുടെ പേരാണ് ഡ്യൂമ. അപ്പൊ അവിടെ ചോദ്യം ചോദിക്കും, റഷ്യയുടെ പാർലമെന്റിന്റെ പേരെന്താണ്? ഡ്യൂമ. റഷ്യൻ ചക്രവർത്തി അന്ന് രൂപീകരിച്ച നിയമനിർമ്മാണ സഭ തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ നിയമനിർമ്മാണ സഭയായിട്ട് മാറിയിട്ടിരിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. അങ്ങനെ ഈ പറഞ്ഞ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞത് എന്താ? കൃഷിഭൂമി കർഷകന് കൊടുക്കണം. അപ്പൊ റഷ്യയിലെ തൊഴിലാളികൾ, അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഫാദർ ഗപ്പോൺ. ഈ ഫാദർ ഗപ്പോണിന്റെ നേതൃത്വത്തിൽ ഒരു പ്രകടനം നടത്തും. ആ പ്രകടനം നടത്തുന്നത് പെട്രോഗ്രാഡ് എന്നറിയപ്പെടുന്ന റഷ്യയിലെ പ്രദേശമാണ്. പെട്രോഗ്രാഡ് 1905 ജനുവരി 9 ആ പ്രകടനം നടക്കുന്നത്. പെട്രോഗ്രാഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പ്രകടനം നടത്തും. ഈ പ്രകടനം നടത്തുന്ന സമയത്ത് മുകളിൽ പറഞ്ഞ 1905 ജനുവരി 9 സംഭവം നടന്ന ഈ പ്രകടനത്തിന് നേരെ ഈ പറഞ്ഞ റഷ്യൻ പട്ടാളം വെടിവെക്കും.
ഇതിനെ അറിയപ്പെടുന്ന പേരാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ. ഏറ്റവും പ്രധാനപ്പെട്ട 1905 ജനുവരി 9 പെട്രോഗ്രാഡിൽ നടന്ന റഷ്യൻ തൊഴിലാളികൾ സംഘടിപ്പിച്ച പ്രകടനത്തിന് നേരെ ഈ പറഞ്ഞ റഷ്യൻ പട്ടാളം വെടിവെച്ച ഏറ്റവും ദാരുണമായ സംഭവത്തിന്റെ പേരാണ് രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന രക്തരൂക്ഷിത ഞായറാഴ്ച സംഭവിക്കും. രക്തരൂക്ഷിത ഞായറാഴ്ചയ്ക്ക് ശേഷം റഷ്യയിൽ രൂപം കൊണ്ട തൊഴിലാളി സംഘങ്ങളെ അറിയപ്പെടുന്ന പേരാണ് സോവിയേറ്റുകൾ. നമ്മൾ പറയും സോവിയറ്റ് യൂണിയൻ, നമ്മൾ പറയും USSR എന്നറിയപ്പെടുന്ന റഷ്യയുടെ ആദ്യകാല പേര് സോവിയറ്റുകൾ എന്നൊക്കെയാണെന്ന് നമ്മൾ പഠിക്കത്തില്ലേ. സോവിയറ്റ് യൂണിയൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന 1905 ശേഷം റഷ്യയിൽ രൂപം കൊണ്ട എല്ലാ തൊഴിലാളി സംഘങ്ങളെയും അറിയപ്പെടുന്ന പേര് സോവിയറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞ റഷ്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് അവിടെ രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റ് കൊണ്ടുവരും. ഒന്ന് യുദ്ധകാല കമ്മ്യൂണിസം, മറ്റൊന്ന് പുത്തൻ സാമ്പത്തിക നയം. കൊണ്ടുവന്ന വ്യക്തിത്വത്തിന്റെ പേര് വ്ളാഡിമർ ലെനിൻ എന്നാണ്. വ്ളാഡിമർ സെലൻസ്കി അല്ല, വ്ളാഡിമർ ലെനിൻ ആണ്. റഷ്യയില് യുദ്ധകാല കമ്മ്യൂണിസവും പുത്തൻ സാമ്പത്തിക നയം. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. എന്താണ് ഈ പറഞ്ഞ പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ യുദ്ധകാല കമ്മ്യൂണിസം? ഡ്യൂമ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാ, ഈ പറഞ്ഞ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാ. പിന്നീട് ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രക്തരൂക്ഷിത ഞായറാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ പറയുന്ന അതിനുശേഷം ചരിത്ര സംഭവങ്ങളൊക്കെ നടക്കും. അതിനുശേഷം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്ന ഒരു വിപ്ലവം നടക്കും. 1905 ജനുവരി 9 ഈ പറയുന്ന രക്തരൂക്ഷിത ഞായറാഴ്ച നടക്കും. അതിനുശേഷം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്ന ചരിത്ര സംഭവം റഷ്യയിൽ നടക്കും. അങ്ങനെ ഈ പറയുന്ന ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഫോം ചെയ്യും. ആ ഗവൺമെന്റിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് അലക്സാണ്ടർ കെരൻസ്കിയ. അലക്സാണ്ടർ കെരൻസ്കിയുടെ പ്രത്യേകത എന്താ? മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് ആര്? അലക്സാണ്ടർ കെരൻസ്കി. അതൊന്ന് ഓർത്തു വെക്കുക. അങ്ങനെ റഷ്യയിലെ താൽക്കാലിക ഗവൺമെന്റുകൾക്ക് നേതൃത്വം നൽകിയ മെൻഷെവിക്കിന്റെ നേതാവാണ് അലക്സാണ്ടർ കെരൻസ്കി. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ബോൾഷെവിക് ആരുടേതാ? ബോൾഷെവിക് കൊണ്ടുവന്നത്, ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയുമാണ്. ഇത് വ്യക്തമായിട്ട് SCERT സ്കൂൾ ടെക്സ്റ്റിൽ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. പഠിക്കുക. അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. അപ്പൊ നമ്മൾ ഏത് ടോപ്പിക്ക് കവർ ചെയ്തു? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട SCERT കണ്ടന്റും കവർ ചെയ്തു, പ്രധാനപ്പെട്ട PYQ കവർ ചെയ്തു, പ്രധാനപ്പെട്ട എല്ലാ ഫാക്റ്റും കവർ ചെയ്തു. ഇനി നിങ്ങളായിട്ട് സെൽഫായിട്ട് എന്ത് ചെയ്തു? വായിച്ചോ. എന്ത് മെറ്റീരിയൽസും നിങ്ങൾക്ക് വായിക്കാം. അതിൽ റാങ്ക് ഫയൽ ചൂസ് ചെയ്യാം. നിങ്ങൾ വായിക്കുന്ന SCERT സ്കൂൾ ടെക്സ്റ്റ് വായിക്കാം, NCERT സ്കൂൾ ടെക്സ്റ്റ് വായിക്കാം, മാക്സിമം PYQ സോർട്ട് ചെയ്ത് പഠിക്കാം. എല്ലാ വിധവും എല്ലാ തരത്തിലുമുള്ള മാധ്യമവും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. താഴെ പറയുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ. ചൈനയിൽ ബോക്സർ കലാപം 1900 അല്ലെങ്കിൽ 1901 നടന്നു. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, വർഷം പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചൈനയിലാണ് അല്ലെങ്കിൽ ചൈനീസ് കലാപവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ബോക്സർ കലാപം എന്ന് പറഞ്ഞു. ഓപ്ഷൻ ബി നോക്കിയേ. ബോക്സർ കലാപത്തിന് മുദ്ര ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. തർക്കം വേണ്ട. ഓപ്ഷൻ സി. സൺ യാറ്റ് സെൻ അവതരിപ്പിച്ച 3 തത്വങ്ങളെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സാൻമിൻ ചുയി. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സൺ യാറ്റ് സെന്നുമായി ബന്ധപ്പെട്ട് ന്യൂജൻ ചോദ്യം ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ സൺ യാറ്റ് സെന്നിന്റെ തത്വങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ നോക്കണം, ഓപ്ഷൻ ബി പരിശോധിക്കണം, ഓപ്ഷൻ സി നോക്കണം, ഓപ്ഷൻ ഡി. ഈ 4 ഓപ്ഷനുകൾ നമുക്ക് നോക്കണം. ഈ 4 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാന ഓപ്ഷൻ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന ഓപ്ഷനാണ്. ഈ എല്ലാ പ്രസ്താവനകളും ശരിയാകണമെങ്കിൽ ഈ പറഞ്ഞ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നമ്മൾ പഠിക്കണമല്ലോ. ഒന്നാമത്തെ വസ്തുത, ഈ പറയുന്ന ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ആദ്യം നടക്കുന്ന സംഭവം എന്താണ്? ബോക്സർ കലാപം. ചൈനയിൽ ബോക്സർ കലാപം നടക്കുന്നത് 1900 1901 അപ്പോൾ ചൈനയിലാണ് എന്ത് കലാപം നടക്കുന്നത്? ബോക്സർ കലാപം നടക്കുന്നത്. മറക്കല്ലേ, ബക്സാർ കലാപം ഉണ്ട്, അത് വേറെ ഇത് വേറെ. ഇത് ബോക്സർ കലാപം, മറ്റേത് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ടത് ബക്സാർ യുദ്ധം, അത് വേറെ ഇത് വേറെ. അപ്പൊ ചൈനയിൽ ബോക്സർ കലാപം നടന്നത് 1900 1901. ഇനി ഈ പറഞ്ഞ ബോക്സർ കലാപത്തിന്റെ മുദ്ര എന്തുമായിരിക്കും? ബോക്സർമാരുടെ മുഷ്ടി ആയിരിക്കുമല്ലോ, തർക്കമില്ല. 1900 1901 ചൈനയിൽ നടന്ന ബോക്സർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട മുദ്ര എന്ന് പറഞ്ഞാൽ അത് ബോക്സർമാരുടെ മുഷ്ടിയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് പറയുന്നു. ഈ ബോക്സർ കലാപം പരാജയപ്പെട്ടോ അതോ ജയിച്ചോ? നിങ്ങളുടെ മനസ്സിലേക്കുള്ള ഒരു ലോജിക്കാണ്.
നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുകയാണ്, ബോക്സർ കലാപം പരാജയപ്പെട്ടോ അല്ലെങ്കിൽ ജയിച്ചോ? ബോക്സർമാർ ജയിച്ചു? ഒരിക്കലുമില്ല, ബോക്സർ കലാപം പരാജയപ്പെട്ടു. അപ്പൊ പരാജയമാണെങ്കിലും ഈ പറഞ്ഞ ബോക്സർ കലാപമാണ് പിന്നീട് ചൈനീസ് കലാപത്തിലേക്ക് വഴിതെളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ താഴെ കൊടുക്കുന്നവയിൽ ബോക്സർ കലാപത്തിന്റെ വർഷം ചോദിച്ചാൽ 1900 to 1901 ചരിത്രം പറയുന്നത് 1900 നടന്ന പ്രസിദ്ധമായ കലാപമാണ്. അതായത് ചൈനയിലെ വിദേശാധിപത്യത്തിനെതിരെ 1900 നടന്ന കലാപത്തിന്റെ പേര് ചൈനീസ് കലാപം എന്നാണ്, ബോക്സർ കലാപം എന്നാണ്. ആ ബോക്സർ കലാപം നടക്കുന്ന വർഷം 1901 കറക്റ്റ് വർഷം 1900 തന്നെയാണ്. പക്ഷേ കേരള PSC കൊടുത്തേക്കുന്ന ആൻസർ കീ പ്രകാരം 1900 to 1901 നടക്കുന്നത്. ഓക്കെ, ബോക്സർ കലാപത്തിന് മുദ്ര എന്ന് പറഞ്ഞാൽ ബോക്സർമാരുടെ മുഷ്ടിയാണ്. ദെൻ അടുത്ത ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ സണ്ണി യാറ്റ്സൺ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സണ്ണി യാറ്റ്സൺ. ഈ സണ്ണി യാറ്റ്സൺ അവതരിപ്പിച്ച 3 തത്വങ്ങളെ, അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഈ 3 തത്വങ്ങളെ കോമൺ ആയി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സാൻമിൻ ചുയി. മറക്കല്ലേ, സാൻമിൻ ചുയി. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്, ഓപ്ഷൻ ബി ശരിയാണ്, ഓപ്ഷൻ സി ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന ആൻസറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആൻസർ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന ആൻസറിലേക്കാണല്ലോ നമ്മൾ പോകേണ്ടത്. ആൻസർ ഡി ഓപ്ഷൻ ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പം ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, ഈ പറയുന്ന ബോക്സർ കലാപത്തിന്റെ പ്രത്യേകത എന്താ? ഈ പറയുന്ന ചൈന എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ, എല്ലാ രാജ്യങ്ങളും മഹാരാജ്യങ്ങളാണ്, ഇന്ത്യ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ ഏത് രാജ്യം എടുത്തോട്ടെ. അപ്പൊ ചൈനയിൽ ഒരു രാജവംശം ഉണ്ടായിരുന്നു. ആ രാജവംശത്തിന്റെ പേരാണ് മഞ്ജു അല്ലെങ്കിൽ മാഞ്ചു രാജവംശം അല്ലെങ്കിൽ മഞ്ജു രാജവംശം. ഈ പറയുന്ന മഞ്ജു രാജവംശവുമായി ബന്ധപ്പെട്ട് ചൈനയിൽ പ്രവർത്തിച്ച കുറച്ച് രഹസ്യ സംഘടനകളുണ്ട്. ഈ രഹസ്യ സംഘടനകൾ മഞ്ജു രാജവംശം അല്ലെങ്കിൽ മാഞ്ചു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപത്തിന്റെ പേരാണ് ബോക്സർ കലാപം. ബോക്സർ കലാപം നടക്കുന്നത് 1900 ചില മെറ്റീരിയൽസിൽ 1900 to 1901 കൊടുത്തേപ്പോൾ. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ചൈനീസ് കലാപവുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആൻസർ സണ്ണി യാറ്റ്സണിനെ പറ്റി നിങ്ങൾ പഠിച്ചേ മതിയാകൂ. അതായത് ഈ പറയുന്ന അവിടുത്തെ മാഞ്ചു അല്ലെങ്കിൽ മഞ്ജു രാജഭരണത്തിനെതിരെ അവിടെ ഒരു വിപ്ലവം നടക്കുന്നു. ആ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് സണ്ണി യാറ്റ്സൺ. ഈ സണ്ണി യാറ്റ്സൺ 3 തത്വങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം ആരംഭിച്ച 3 തത്വങ്ങളെയാണ് എന്തു പേരിൽ അറിയപ്പെടുന്നത്? സാൻമിൻ ചുയി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നാമത്തത് ദേശീയത, 2 ജനാധിപത്യം, 3 സോഷ്യലിസം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അപ്പൊ ഇതിൽ എന്താ ഈ ദേശീയത എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും ഒരു ദേശീയതയുണ്ട്. ഇന്ത്യ എന്ന ദേശീയത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതേപോലെ അവിടുത്തെ ദേശീയത എന്ന് പറഞ്ഞാൽ മഞ്ചൂറിയൻ പ്രദേശക്കാരായിട്ടുള്ള മഞ്ജു രാജവംശക്കാരെയും അവിടുത്തെ സാമ്രാജ്യ ശക്തികളെയും എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ചൈനയിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് തത്വം. ദേശീയത എന്നറിയപ്പെടുന്ന ആശയം കൊണ്ട് സണ്ണി യാറ്റ്സൺ ഉദ്ദേശിച്ചത്. ജനാധിപത്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ത്? ആ രാജ്യത്ത്, ചൈന എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് രാജവംശം മാറ്റിയ രാജഭരണം മാറ്റിയിട്ട് ഒരു ജനാധിപത്യ ഭരണ സംവിധാനം നിലവിൽ വരണം. മൂന്നാമത്തത് സോഷ്യലിസം. എന്തുവാ സോഷ്യലിസം? സോഷ്യലിസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മൂലധനം. ഏത് രാജ്യത്തും ഇപ്പൊ നോക്കൂ, ഇപ്പൊ കേരള എടുക്കുന്നു, ഇന്ത്യ എടുക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം എടുക്കുക, ആ രാജ്യത്തെ മുഴുവൻ ക്യാപിറ്റൽ മൂലധനത്തെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ഒരു വ്യക്തിയാണ്. ഒരു സ്വകാര്യ വ്യക്തിയാണെങ്കിൽ അയാളുടെ നിയന്ത്രണത്തിലായിരിക്കും എല്ലാം. ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു വലിയൊരു പണക്കാരനുണ്ട്. അവന്റെ കയ്യിലാണ് മുഴുവൻ പണവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലാണ് മുഴുവൻ പണവും. അയാളാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത്. കേരളത്തിൽ ആര് ഭരിക്കണം, ആരാണ് എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ എത്ര തൊഴിൽ കൊടുക്കണം, അല്ലെങ്കിൽ എത്ര ഇറക്കുമതി ചെയ്യണം, അങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സമ്പന്നനുണ്ട്. എങ്കിൽ അത് ജനാധിപത്യ സംവിധാനമാണോ? അല്ല. അപ്പൊ ഇവിടെ സോഷ്യലിസം എന്ന് ഉദ്ദേശിക്കുന്നത് മൂലധനത്തെ എല്ലാവരുടെയും കയ്യിലുള്ള, അത് ഏതൊക്കെ വ്യക്തികളായിക്കോട്ടെ, ആ വ്യക്തികളുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ എല്ലാം കൺട്രോൾ ചെയ്യണം. എന്നിട്ട് ആ രാജ്യത്തെ ഭൂമി ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സാധാരണ ജനങ്ങൾക്ക് കൊടുക്കണം, പാവപ്പെട്ടവർക്കും കൊടുക്കണം, സമ്പന്നരുടെ കയ്യിൽ നിന്ന്, അതായത് സമ്പന്നരുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് സാധാരണക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കോമൺ ആയി സോഷ്യലിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ 3 തത്വങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇത് പരീക്ഷകളിൽ കയറുമ്പം സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നാവരുത്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഓക്കെ. അപ്പൊ വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായിട്ട് ചൈനയിൽ 20-ാം നൂറ്റാണ്ട്, ചൈനീസ് കലാപത്തിന്റെ വർഷം 1911,
1911 ചൈനീസ് കലാപം. അപ്പോൾ നമുക്ക് വേണ്ട ചൈനീസ് വിപ്ലവം. അപ്പം വിദേശാധിപത്യത്തിനും അവിടുത്തെ രാജവാഴ്ചയ്ക്കും എതിരായി ചൈനയിൽ നടന്ന കലാപത്തിന്റെ പേര് ചൈനീസ് വിപ്ലവം എന്നാണ്. ചൈനീസ് വിപ്ലവം നടന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനീസ് വിപ്ലവം നടക്കുന്നത് 1911. ഇനി നമുക്ക് വേണ്ടത് ഇന്നത്തെ വർക്കൗട്ട് ബാച്ച് അറിയാമല്ലോ. വർക്കൗട്ട് ബാച്ചിൽ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്കുകൾ, സിലബസ് കണ്ടന്റ് മസ്റ്റായിട്ട് പഠിക്കണം. ഇന്ന് നിങ്ങളുടെ വർക്കൗട്ട് ബാച്ചിൽ തന്നിരിക്കുന്ന സിലബസ് കണ്ടന്റ് പഠിക്കണം. കറണ്ട് അഫേഴ്സ് പഠിക്കണം, മസ്റ്റായി പഠിക്കണം. കറണ്ട് അഫേഴ്സ്, SCRT NCRT ഫാക്ട് പഠിക്കണം. പത്രവാർത്താ വർക്കും കണ്ടന്റും വർക്ക് ചെയ്യണം. ഇന്ന് ഇതെല്ലാം ഈ തരുന്ന ക്ലാസ് ഉൾപ്പെടെ എന്തൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ തരുന്നോ അതെല്ലാം വർക്ക് ചെയ്ത് രാത്രി 9 മണിക്ക് എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. സ്കിപ്പ് ചെയ്യുകയും ചെയ്യരുത്. ഇത്രയും ടോപ്പിക് ഇന്ന് തന്നിരിക്കുന്ന സിലബസ് കണ്ടന്റ്, ഈ ക്ലാസ് കാണണം, ഇതിന്റെ PDF നോട്ട്, റിലേറ്റഡ് ഫാക്ട് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കാണണം, പഠിക്കണം. രാത്രി 9 മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, വർക്കൗട്ട് ബാച്ചിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് OA പരീക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ വർക്കൗട്ട് ബാച്ചിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ 9072728242 നമ്പറിൽ ജസ്റ്റ് വാട്സാപ്പ് മെസ്സേജ് അയക്കുക, നിങ്ങളുടെ വർക്കൗട്ട് ബാച്ച്, അതിനുശേഷം നിങ്ങളുടെ പേര്. ഓക്കെ, അപ്പോൾ ഇവിടെ ചൈനയിൽ ഈ പറഞ്ഞ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണല്ലോ സൺ യാറ്റ്സൺ. ഈ സൺ യാറ്റ്സണിലെ 3 തത്വങ്ങളെ അറിയപ്പെടുന്ന പേര് സാൻമിൻ ചുയി എന്നാണ്. ഇങ്ങനെ ഈ പറയുന്ന ചൈന എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് അവിടെ ഒരു സംഘം ഉണ്ടായിരുന്നു, ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ചൈന പുനരുജ്ജീവന സംഘം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേരാണ് കുമിങ്താങ് പാർട്ടി. എന്ന് വെച്ചാൽ ഈ പറയുന്ന കുമിങ്താങ് പാർട്ടിക്ക് നേതൃത്വം നൽകിയതിൽ പ്രധാനി ആരാണ്? അത് സൺ യാറ്റ്സൺ. ചൈന പുനരുജ്ജീവന സംഘം, ചൈനയെ പുനരുജ്ജീവിപ്പിക്കണം. ആരിൽ നിന്ന്? രാജഭരണത്തിൽ നിന്ന്, വിദേശാധിപത്യത്തിൽ നിന്ന് മാറ്റണം. അങ്ങനെ 1912 ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വരും. 1911 ചൈനീസ് കലാപം, ചൈനീസ് വിപ്ലവം. 1912 ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വരും. അങ്ങനെ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് സൺ യാറ്റ്സണിന്റെയാണ്. 1912 അങ്ങനെ ഈ പറഞ്ഞ സൺ യാറ്റ്സണുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളെല്ലാം ഇങ്ങനെ ഈ പറഞ്ഞ ചരിത്ര സമരങ്ങളും പ്രതിഷേധ സമരങ്ങളൊക്കെ സംഘടിപ്പിച്ച് 1925 സൺ യാറ്റ്സൺ മരിക്കും. തുടർന്ന് ഒരു ഏകാധിപത്യ ഭരണാധികാരിയായ ചിയാങ് കൈഷക് അധികാരത്തിൽ വരും. 1925 സൺ യാറ്റ്സൺ മരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക് എന്നറിയപ്പെടുന്ന ഭരണാധികാരി അധികാരത്തിൽ വരും. ചിയാങ് കൈഷക് അധികാരത്തിൽ വന്നു. അങ്ങനെ 1925 മുതൽ ഈ പറയുന്ന ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണമാണ് ഉണ്ടായിരുന്നത്. 1911 ചൈനീസ് വിപ്ലവം, 1912 ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വരുന്നു. 1925 സൺ യാറ്റ്സൺ മരിക്കുന്നു. അങ്ങനെ ചിയാങ് കൈഷക് എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ വരുന്നു. അങ്ങനെ ചിയാങ് കൈഷക്കിന്റെ ഏകാധിപത്യ ഭരണം തുടങ്ങുന്നു. അങ്ങനെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം വരുന്ന ചൈനീസ് കലാപവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം മാവോ സേ തുങ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ മത്സര പരീക്ഷയിലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന മാവോ സേ തുങ്ങിനെ പറ്റിയാ. മാവോ സേ തുങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഒന്ന്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്നറിയപ്പെടുന്ന മാവോ സേ തുങ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകൻ മാവോ സേ തുങ്. ചൈനയിൽ സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മാവോ സേ തുങ് ആണ്. അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേര് ചുവപ്പ് സേന എന്നാണ്. അത് മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1976 അന്തരിക്കുന്നു. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ചുവപ്പ് സേന എന്ന സംഘടന സ്ഥാപിച്ചത് മാവോ സേ തുങ്. ഇനി ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്. ഈ പറഞ്ഞ ചൈനയിൽ ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ചിയാങ് കൈഷക് ആണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാവും. ചൈനയിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാവും. ഈ ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സന്നദ്ധ സംഘത്തിന്റെ പേര് ജനകീയ വിമോചന സേന എന്നാണ്. ജനകീയ വിമോചന സേന. അതായത് ചൈനയിലെ ഈ ഏകാധിപത്യ ഭരണമായ ചിയാങ് കൈഷക്കിന്റെ ഏകാധിപത്യ ഭരണ സംവിധാനത്തിനെതിരെ ചൈനയിലെ ജനങ്ങൾ പ്രതികരിക്കും. അവിടെ ജനകീയ വിമോചന സേന എന്നറിയപ്പെടുന്ന സന്നദ്ധ സംഘം ചൈനയിൽ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഈ പറയുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ അവിടെ ഈ പറയുന്ന മാവോ സേ തുങ് സംഘടിപ്പിച്ച വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രതിഷേധ സമരമുണ്ട്. അതാണ് ലോങ് മാർച്ച്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ലോങ് മാർച്ച് നടത്തിയത് ചൈനയിലാണ്. ആരാ സംഘടിപ്പിച്ചത്? മാവോ സേ തുങ് ആണ്. വർഷം 1934. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. 1934 ലോങ് മാർച്ച് സംഘടിപ്പിച്ച ഭരണാധികാരി അല്ലെങ്കിൽ വ്യക്തിത്വം, ഭരണാധികാരി അല്ല വ്യക്തിയാണ് മാവോ സേ തുങ്. എന്താ ഈ പറയുന്ന
ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചൈനയിലെ ഏകാധിപത്യ ഭരണ സംവിധാനത്തിനെതിരെ അതിസാഹസികമായിട്ട് നീണ്ടുനിന്ന ഒരു മാർച്ച് അല്ലെങ്കിൽ പ്രതിഷേധ സമരമാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. ഏകദേശം 12,000 കിലോമീറ്റർ ആണ് യാത്ര സംഘടിപ്പിക്കുന്നത്. ഈ പറഞ്ഞ പ്രതിഷേധ ആളുകളും ഈ പറയുന്ന മാവോ സേതുങ് ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഏകദേശം 12,000 കിലോമീറ്റർ യാത്ര സംഘടിപ്പിക്കുന്നു. ഇവിടെ ഈ പറയുന്ന ചൈനയിൽ തന്നെ. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ലോങ് മാർച്ച്. ചൈനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലോങ് മാർച്ച്. 1200 അല്ല, 12,000 കിലോമീറ്റർ യാത്ര ഓർത്തു വെക്കണം. അങ്ങനെ ഈ പറഞ്ഞ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് മാവോ സേതുങ് ആണ്. ഇനി ഈ പറഞ്ഞ ചൈനയിൽ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘത്തിന്റെ പേരാണ് ജനകീയ വിമോചന സേന. അങ്ങനെ ജനകീയ വിമോചന സേനയുടെയൊക്കെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ചൈനയിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വരും. അത് 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വരുന്നത്. ഇത്രയും കണ്ടന്റുകൾ വളരെ വ്യക്തമായി പഠിക്കണം. അപ്പൊ ഇന്ന് പറഞ്ഞല്ലോ, ഇന്നത്തെ വർക്കൗട്ട് കണ്ടന്റിൽ ഈ ക്ലാസ് ഉണ്ടാകണം, പഠിക്കണം, ഇതിന്റെ നോട്ട്സ് വായിക്കണം. അതുമാത്രം പോരാ, ഇന്ന് തന്നേക്കുന്ന വർക്കൗട്ട് ബാച്ച് തന്നേക്കുന്ന എല്ലാ മെറ്റീരിയൽസും നിങ്ങൾ പഠിക്കണം. അപ്പൊ ചില പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട്, വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി പറയുന്നു, നിങ്ങൾ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാതെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. ഇന്ന് രാവിലെ തന്നെ എന്തൊക്കെ ടോപ്പിക്ക് പഠിക്കണം, ഇംഗ്ലീഷിൽ എന്തൊക്കെ ടോപ്പിക്ക് പഠിക്കണം, മലയാളത്തിൽ എന്തൊക്കെ ടോപ്പിക്ക്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്ക് ആയിക്കോട്ടെ, ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 2025 നിങ്ങളുടെ വർഷമായിട്ട് മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്.